എറണാകുളം ജില്ലയിലെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റിയ CPM നേതാക്കന്മാരുടെ പ്രവൃത്തിയായിട്ട് സനോജിന് താരതമ്യം ചെയ്താൽ പോരെ? എന്താണ് വേറെ വല്ലതും താരതമ്യം ചെയ്യുന്നത്? സ്വന്തം പാർട്ടിയിൽ ഉദാഹരണം കിടക്കല്ലേ, ജയിലിൽ പോയവർ കിടക്കല്ലേ, എന്നിട്ടാണ് ഇവിടെ ഇരുന്നിട്ട് വലിയ വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പറയും. ഇനി ഇവിടുത്തെ BJP പാർട്ടിയുടെ പ്രതിനിധി, അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള കാര്യം, എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാണ്. അദ്ദേഹം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നണിയെ ഞാൻ എന്ത് വിളിക്കണം? മലയാളത്തിലൊരു അസഭ്യമായും അത് മാറും. കാരണം കുട്ടികളടക്കം കേൾക്കുന്ന ചർച്ചയാണ്. ആ നിലവാരത്തിലേക്ക് അത് കൊണ്ടുപോകണ്ടെന്നിരിക്കണ്ടേ? മേലാൽ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ആ രീതിയിലുള്ള ഭാഷ പറഞ്ഞാൽ തിരിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ പേരും വക്രീകരിച്ചു കൊണ്ട് പറയും. നിങ്ങളുടെ മുന്നണിയുടെ പേരും മലയാളത്തിലെ ഒരു അശ്ലീല പദം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയും. അത് കേൾക്കേണ്ടി വരും. ബാക്കി എല്ലാ നേതാക്കന്മാർക്കും നല്ലത്. ഇത് BJPയുടെ മുഴുവൻ നേതാക്കന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. ഈ തോന്നിവാസം പറയുന്ന മുഴുവൻ നേതാക്കന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. ഞങ്ങൾ എല്ലാ ചർച്ചയിലും ആ രീതിയിൽ തിരിച്ചും പറയും. അത് ഞങ്ങൾക്കത് പറയാൻ ഞങ്ങൾ നിർബന്ധിക്കരുത്. ഈ കേരളത്തിലെ വിജിലൻസ് അന്വേഷിച്ച് ശ്രീ VD സതീശൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നടന്നിട്ടുള്ള കാര്യം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോദിയുടെ പോലീസ് വന്ന് അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ മോദിയുമായിട്ടാണ് ഇവർക്ക് ചങ്ങാത്തം, BJPയുമായിട്ടാണ് ചങ്ങാത്തം. അവരന്വേഷിക്കട്ടെ എന്നാ പറയുന്നത്. ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ അടുത്ത സെൽഫ് ഗോളാണ്. പോറ്റിയെ കേറ്റിയെ സ്വർണം കെട്ട ധാരപ്പ എന്ന പാട്ടിനെതിരെ കേസെടുത്തതുപോലെ അടുത്ത സെൽഫ് ഗോളാണ് ഇത് എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നു.